എഡിറ്റിങ്ങിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. തോണ്ടേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. മൂപ്പരുടെ ഒരു തിയറി ഉണ്ട്, ട്രയൽ ആൻഡ് ഇറർ. മൂപ്പര് ഒരു ബോക്സ് ഉണ്ടാക്കി. ആ ബോക്സിന്റെ ഉള്ളിൽ ഒരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡോർ ഓപ്പൺ ആവും. മൂപ്പര് എന്ത് ചെയ്തു എന്നറിയോ? ഒരു പൂച്ചേനെ പിടിച്ച് അതിന്റെ ഉള്ളിൽ ഇട്ടു. എന്നിട്ട് വെയിറ്റ് ചെയ്തു. പൂച്ച ഇങ്ങനെ നടന്ന് കറങ്ങി തിരിഞ്ഞ് പിടിച്ച് അവസാനം അറിയാണ്ട് ആ ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്തു. അപ്പോൾ ഇതിന് ഡോർ ഓപ്പൺ ആയി. നോക്കുമ്പോൾ പുറത്തൊരു ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പൂച്ച നേരെ വന്ന് ഫുഡ് കഴിച്ചു. തോണ്ടേക്ക് എന്ത് ചെയ്തു? വീണ്ടും പൂച്ചേനെ പിടിച്ച് അതിലിട്ടു. പൂച്ച ആ ബട്ടൺ ഞെക്കിയാലേ ഡോർ തുറക്കും എന്ന് പഠിക്കണമെന്നാണ് അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ തവണയും അറിയാണ്ട് അത് പ്രസ് ചെയ്ത് ഡോർ ഓപ്പൺ ആയി പൂച്ച പുറത്തേക്ക് വന്ന് ഫുഡ് കഴിച്ചു. ഈ പ്രോസസ്സ് കുറെ തവണ റിപ്പീറ്റ് ചെയ്തപ്പോൾ പിന്നെ പിടിച്ച് പൂച്ചേനെ ബോക്സിൽ ഇട്ടാലും പൂച്ച ഉടനെ പോയിട്ട് ബട്ടൺ പ്രസ് ചെയ്ത് ഡോർ ഓപ്പൺ ആയി വരും, വന്ന് ഫുഡ് കഴിക്കും. ഒട്ടും താമസമില്ലാണ്ട് അത് ചെയ്യാൻ തുടങ്ങി. അതായത് ട്രയൽസും ഇറേഴ്സും വരുമ്പോഴാണ് നമ്മൾ ഏതൊരു കാര്യം പഠിക്കുന്നതെന്നാണ് തോണ്ടേക്ക് പറയുന്നത്. എന്റെ എഡിറ്റിംഗ് ജേണി തോണ്ടേക്കിന്റെ പൂച്ചേനെ പോലെ ആയിരുന്നു. തുടക്കത്തിൽ ഒരുപാട് ബാഡ് കട്ട്സ് ഉണ്ടായിരുന്നു, സിങ്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, റാൻഡം ആയിട്ടുള്ള എഫക്ട്സ് ആഡ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു. ഈ മുറിവൈദ്യൻ ആളെക്കൊല്ലുന്ന് പറയുന്ന പോലെ ചെറിയൊരു മിസ്റ്റേക്കിന് പോലും ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ ആങ്കറിങ്ങും ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും ഒക്കെ ഒരാൾ ചെയ്യുന്ന സമയത്ത് ഈ മോണിറ്ററിൽ നമ്മളെ സ്വന്തം തല കാണുമ്പോൾ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. മോർ ദാൻ വിഷ്വൽ ആൻഡ് ഫുട്ടേജ് ഞാൻ എൻ്റെ തലയും എൻ്റെ ഭംഗിയും എന്നൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ഈ വ്ളോഗിങ് പ്ലാൻഡ് ഷൂട്ട് അല്ലാത്തത് കൊണ്ട് നമുക്കൊരിക്കലും ഇന്നേ വിഷ്വൽസ് തന്നെ എടുക്കണം എന്നൊരു ഐഡിയ ഉണ്ടാവില്ല. റാൻഡം ആയിട്ട് എടുക്കുന്ന വിഷ്വൽസ് ആണ്. ഇനി എടുക്കുമ്പോൾ തന്നെ ജേർക്ക് ഇഷ്യൂ ഉണ്ടാവും, ബ്ലർ ആയി പോവും, ചിലപ്പോൾ ഫോക്കസ് ഔട്ട് ആയി പോവും, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് ചിലപ്പോൾ ഈ ക്ലിപ്പ് നമുക്ക് ഒഴിവാക്കാൻ പറ്റിയെന്നും വരില്ല. അവസാനം കൊണ്ട് കാണുന്ന ആൾക്കാർ എന്ത് മനസ്സിലാക്കും? ഓ, എഡിറ്റർ പോരാ, മനസ്സാവാച അറിയാത്ത കാര്യമായിരിക്കും എഡിറ്റർ. അങ്ങനെ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ റീച്ച് പോയത് നമ്മുടെ ആറന്മുള വീഡിയോ ആയിരുന്നു. അതൊരു 100K മുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു റീച്ച്. പിന്നെ നമ്മുടെ പറമ്പിക്കുളം വീഡിയോ, ക്രൂസ് ഷിപ്പിന്റെ വീഡിയോ, കൊല്ലങ്കോട് വീഡിയോ. എഡിറ്റിംഗ് ആദ്യം തുടങ്ങിയ ആപ്പ് ടിക്ടോക്ക് ആയിരുന്നു. പിന്നീട് അത് ഇൻഷോട്ടിലേക്ക് മാറി. പിന്നെ VN ഉപയോഗിക്കും, എഡിറ്റ് ആപ്പ് ഉപയോഗിക്കും. യൂട്യൂബ് തുടങ്ങിയത് മുതൽ ഞാൻ എൻ്റെ മെയിൻ എഡിറ്റും പരിപാടികളൊക്കെ ഡാവിഞ്ചിയിലാണ് ചെയ്യാറുള്ളത്. ഓരോ എഡിറ്റിലും പുതിയ ഓരോ ടൂൾസ് പഠിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ദാറ്റ് മീൻസ് ഐ ആം സ്റ്റിൽ എ ലേണർ. എൻ്റെ എഡിറ്റിംഗിൽ ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. വീഡിയോസിലെ ഇംപ്രൂവ്മെന്റ് മാത്രമല്ല കേട്ടോ, എൻ്റെ കോൺഫിഡൻസ് ലെവലിൽ പോലും ചേഞ്ചസ് ഉണ്ടാക്കാൻ ഈ ഒരു പുതിയ സ്കില്ല് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒട്ടും അറിയാത്തൊരു കാര്യം എന്നാൽ നിങ്ങൾക്ക് തുടങ്ങണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് തുടങ്ങി വെക്കുക. പോകെ പോകെ അത് ബെറ്റർ ആയിക്കോളും. പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ജസ്റ്റ് ബിഗിൻ. ഒരു തേങ്ങ അറിയാണ്ട് എഡിറ്റ് തുടങ്ങിയിട്ട് ഇന്ന് ഡാവിഞ്ചി റിസോൾവിന്റെ ട്യൂട്ടോറിയൽ കൊടുത്താലോ എന്ന് ചിന്തിക്കുന്ന ആളാണ് ഈ പറയുന്നത്. നിങ്ങൾക്കും കഴിയും.